എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച കോലക്കുഴൽ വിളി കേട്ടോ എന്ന ഗാനത്തിൻ്റെ അനുപല്ലവിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. പുതിയ പാട്ടുകളുടെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് പാട്ടിൻ്റെ പല്ലവിയുടെയും അനുപല്ലവിയുടെയും മാത്രം സ്വരങ്ങൾ പഠിപ്പിക്കുന്നത്. അനുപല്ലവിയിലേക്ക് പോകുമ്പോൾ ആൺകുയിലേ നീ പാടുമ്പോൾ പനി നീ ദാസന് പാക നീ എന്ന് പറഞ്ഞ പനി വരും. പനി ആ കുയിലേ നീ ധനി ധനി ദാസനി പനി ദാസനി. പ്ലെയിനായിട്ട് പറഞ്ഞ നീ ധനി പനി ദാസനി പാക നീ ആ കുയിലേ നീ പാടുമ്പോൾ ഗരിനി സഗ പനി ദാസനി പാക ഗരിനി സഗ പനി ദാസനി പാക ഗരിനി സഗ. പ്രിയതരമേതോ നമ്പരം പ്രിയതരമേതോ ഗരിഗദദാദനിത പ്രിയതര ഗരിഗദദാദനിത ധനിത ചെറിയ ടച്ച് വരും. പ്രിയതരമേതോ പമപദനി പാമ അവിടെ ഒരു പ്രതിമതിയം വരും. ഹരപ്പിയിൽ പുള്ളി പ്രതിമതിയം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പാമ ഹാഫിനോട് വരും. പാമ പദനി പാമ പദനി നൊമ്പരം പാമ പദനി അനീക്ക് നിധനി എന്നൊരു ടച്ച് വരും. പാമ പദനി നിധനി ഗരിഗദദാദനിത പാമ പദനി പ്രിയതരമേതോ നമ്പരം. ചേർത്ത് വരുമ്പോ വായിക്കാം. പിന്നെ ആമ്പൽ പൂവേ നിൻ ചുണ്ടിൽ അനുരാഗത്തിൻ പൂമ്പൊടിയോ അതേ സ്വരങ്ങൾ വരും. ആമ്പൽ പൂവേ നിൻ ചുണ്ടിൽ അനുരാഗത്തിൻ പൂമ്പൊടിയോ ദസനീന്ന് വരും. പൂമ്പൊടിയോ പനി ദാസനി പാക ഗരിനി സഗ ഗരി ഗദദാദനിത പാമ പദ ദസനി ആമ്പൽ പൂവേ നിൻ ചുണ്ടിൽ അനുരാഗത്തിൻ പൂമ്പൊടിയോ. ഫോട്ടോ വരുമ്പോ
വായിക്കാം. ഇപ്പൊ ആ 2 വരികളും ചേർത്ത് പാടാം. അത് കഴിഞ്ഞാൽ അറിഞ്ഞു വാവനമാലേ നിൻ പസ പസ സരി ഗരി നിസനി നീ മായിലേക്ക് ചെറുതായിട്ട് വരും. പസ അറിഞ്ഞു വാവന പസ പസ സരി മാലേ നിൻ ഗരി നിസനീമ പസ പസ സരി ഗരി നിസനീമ പസ പസ സരി ഗരി നിസനീമ അറിഞ്ഞു വനമേലേ നിൻ മനം കവർന്നൊരു രാധിക ഞാൻ മദ മദാനിസനി പമഗപ മനം കവർന്നൊരു മദ മദാനിസ നീ പമഗപ രാധിക ഞാൻ നീ പമഗപ മദ മദാനിസനി പമഗപ മദ മദാനിസനി പമഗപ. അപ്പൊ അത് തന്നെയാണ് ഒരായിരം മയിൽ പീലികളായി വിരിഞ്ഞുവോ എൻ കാമനകൾ ഒരായിരം മയിൽ പീലികളായി പസ പസ സരി ഗരി നിസനി മദ മദ ധനിരി സാന്ദൂരം വിരിഞ്ഞുവോ എൻ ധനിരി സാന്ദൂരം മദ മദ ധനിരി സ്പീഡിൽ വരും വിരിഞ്ഞുവോ എൻ കാമനകൾ നീ പമഗപ അതിന് വരും മദ മദ ധനിരി നീ പമഗപ. അപ്പൊ 1000 മൈൽ പീലി എന്ന് വായിക്കാം. എന്നിട്ട് വായിക്കാം. അപ്പൊ ഞാൻ അറിഞ്ഞുവാ വനമാലേ നിൻ മനം കവർന്നൊരു രാധിക ഞാൻ 1000 മൈൽ പീലികളായി വിരിഞ്ഞുവോ എൻ കാമനകൾ. അത്രയും ചേർത്ത് വായിക്കാം.
അറിഞ്ഞുവ അവിടുന്ന് അത് കഴിഞ്ഞിട്ട് വൃന്ദാവനം രാഗസാന്ദ്രമായി വൃന്ദാവനം പനിസാനിമ പനിസ സാന്ദർഭനിസാനി മാന്നൊരു പനി നിസ നിസാനി പമ 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 വൃന്ദാവനം രാഗസാന്ദ്രമായി രാഗമപ പനിദസനീപ സാന്ദ്രമായി ഗരി പനിദസനീപ ഗരി സാന്ദ്രമായി വൃന്ദാവനം രാഗസാന്ദ്രമായി പനിസാനി പമ മപ പനിദസനി പഗരി കൂട്ടുവരുമ്പോ യമുനേ നീ ഉണരൂ യമുനേ നീ ഉണരൂ ഗമ പമ ഗരി സനി സാഗ സാഗ സാ ഗമ പമ ഗരി സനി സാഗ സാഗ സാ യമുനേ നീ ഉണരൂ അപ്പോ വൃന്ദാവനം രാഗസാന്ദ്രമായി യമുനേ നീ ഉണരൂ ഇതാണ് ഇതിന്റെ അനുപല്ലവി. അത് തന്നെയാണ് ചരണം. ചരണത്തിൽ വരുമ്പോൾ അവസാനത്തെ സ്വരം മാത്രം ചെറിയ വ്യത്യാസം വരും. മിഴിപ്പൂട്ടുമോ മധുചന്ദ്രികേ പരിണയരാവായി പരിണയരാവായി ഗമ പമ ഗരി സനി 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 സാന്ദ്രം പരിണയരാവായി ഗമ പമ ഗരി സനി 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 സാ. അവിടെ മാത്രമേ ചേഞ്ച് ഉള്ളൂ. പരിണയ ഗമ പമ ഗരി സനി രാവായി സനി സനി സാ ഗമ പമ ഗരി സനി 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 സാ. ഒന്നൊരു വായിക്കാം. അപ്പോൾ ഞാൻ അനുപല്ലവി മുഴുവനും വായിക്കാം. അത് തന്നെയാണ് ചരണം. അവസാനത്തെ
പരിണയരാവായി എന്നുള്ള സ്ഥലത്ത് മാത്രമേ ആ വ്യത്യാസം വരുള്ളൂ. സാഗ സാഗ സാന്ദ്രന് പര സ നീ സ നീ സ അങ്ങനെ വരും. അപ്പോൾ മുഴുവനായിട്ട് വായിക്കുമ്പോൾ ആൺകുയിലെ തൊട്ട് അനുവല്ലിയെ തൊട്ട് വായിക്കാം. അവസാനത്തെ ലൈൻ ചരണത്തിൽ വരുമ്പോൾ ഇത്ര വ്യത്യാസമുള്ളൂ. അത് കഴിഞ്ഞാൽ നേരെ പല്ലവി ആദ്യത്തെ 2 ലൈൻ. ഇത്രമേ അനുവല്യ കഴിഞ്ഞിട്ട് വരുള്ളൂ. ഇതെല്ലാവർക്കും പരിപൂർണമായിട്ടും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് മറ്റുള്ള കൂട്ടുകാരിലേക്കും എത്തിക്കണം എന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഇതിലെ മനസ്സിലാവാത്ത പോർഷൻസ് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ എല്ലാവർക്കും അത് കറക്റ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എന്നെ വിളിക്കുക. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണരൂപമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.